ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനവുമായി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതിനാധാരമായി ഇന്ന് നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. യാചിക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പർവ്വത പ്രസംഗത്തിലൂടെ ജനത്തെ ഉപദേശിക്കുവാൻ ഇടയായി തീർന്ന ഒരു വാക്കാണ് ഞാനിപ്പോൾ ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. യാചിക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എപ്രകാരമാണ് യാചിക്കേണ്ടതെന്ന് ഇന്നും പലപ്പോഴും നമുക്ക് തിരിച്ചറിവില്ലാതെ പോകുന്നത് കൊണ്ട് നാം പ്രാർത്ഥിച്ച് മടുക്കുന്നതല്ലാതെ മുന്നോട്ട് കടന്നു പോകുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ എപ്രകാരം യാചിക്കണം, ആരോട് യാചിക്കണം, അത് നമുക്കറിയാമല്ലേ. പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് യാചിക്കണമെന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. എന്നാൽ എപ്രകാരമാണ് യാചിക്കേണ്ടതെന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1-2 കാര്യങ്ങൾ മാത്രം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യാചിക്കുവിൻ. യാചിക്കുമ്പോൾ നാം വല്ലാതെ യാചിക്കുകൊണ്ട് എന്ന് ദൈവത്തിൻ്റെ ഒരു വാക്കുണ്ട്. നാം യാചിക്കുമ്പോൾ അതിനു മുന്നമേ ദൈവം നമ്മുടെ കാര്യങ്ങൾ അറിയുന്നു എന്ന് ദൈവവചനത്തിൽ വ്യവസ്ഥയുണ്ട്. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ ഒരു ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ വെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ അതിനാധാരമായിട്ട് വായിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അല്ലെങ്കിൽ യാചിക്കേണ്ടതെന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ശരിയാവണ്ണം ഈ വാക്യത്തിലൂടെ യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംശയിക്കുവാൻ പാടുള്ളതല്ല. സംശയിക്കുന്ന വ്യക്തി എന്തെങ്കിലും കർത്താവിൽ നിന്ന് പ്രാപിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ കാലം തീർക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവ് പറഞ്ഞു, ഹൃദയത്തിൽ സംശയിക്കരുത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, നമുക്കൊരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞിനെ നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി നാം പ്രാർത്ഥിച്ചു. പക്ഷേ നമുക്ക് എന്തുണ്ട്? പ്രാർത്ഥിച്ചു കഴിഞ്ഞു, സ്തോത്രം പറഞ്ഞു, ആമീൻ പറഞ്ഞു, എല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അടുത്ത ചിന്ത നമുക്കിതാണ്, കർത്താവേ ഇതെന്ന് സംഭവിക്കും, ഇത് എത്ര നാൾ ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കണം. പ്രിയമുള്ളവരെ, അവിടെ സംശയം അവിടെ ഉയർന്നു കഴിഞ്ഞു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതിൻ്റെ കാരണം എന്തെന്ന് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സംശയ വിചാരങ്ങൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുകയാണ്. രണ്ടാമത്തെ കാര്യം, കർത്താവ് പറഞ്ഞതാണ്, നീ പറയുന്നത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഉറപ്പും ധൈര്യവും പ്രാപിച്ചുകൊണ്ട് എന്ത് താങ്കൾ പറയുന്നുവോ അത് സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമാക്കി പറയുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ജൽപ്പനം ചെയ്യരുതെന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുവാനിടയായിത്തീർന്നത്. അപ്പോൾ നമുക്ക് ജൽപ്പനം ചെയ്യുവാനുള്ള അവകാശമില്ല, സംശയിക്കുവാനുള്ള അവകാശമില്ല. മൂന്നാമത്തെ കാര്യം, ഈ മലയോട് പറയണം നീങ്ങിപ്പോകുക എന്ന്. മലയെന്ന് പറഞ്ഞാൽ ഇന്ന് നിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നം എന്താണോ ആ പ്രശ്നത്തെയാണ് ഇവിടെ മലയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. നിന്റെ ജീവിതത്തിൽ ഇന്ന് ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, ആ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുക, യേശുവിൻ്റെ നാമത്തിൽ പറയൂ, എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ മഹാപർവ്വതമായിരിക്കുന്ന പ്രശ്നമേ നീങ്ങിപ്പോ എന്ന് പറഞ്ഞ് വിശ്വാസത്താൽ ഉറപ്പും ധൈര്യമുള്ളവരായിരുന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. അതിനുശേഷം പറഞ്ഞെന്തറിയാമോ? അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കണം. ഈ ഒരൊറ്റ വാക്കും കൂടെ പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
ഈ യാചിച്ചതെല്ലതും ലഭിച്ചു എന്ന് വിശ്വസിക്കണം. അപ്പോൾ അത് നിനക്ക് കിട്ടുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തം നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ദൈവം അതിന് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. പ്രിയകർത്താവെ, നിന്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, വിശ്വസിച്ചുകൊണ്ട് യാചിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ദൈവകൃപ പകരണം. കർത്താവെ, വേദനകൾ അനുഭവിക്കുന്നവരുടെ അവരുടെ വേദനകൾ നീങ്ങിപ്പോകട്ടെ. ദുഃഖം, പ്രയാസങ്ങൾ അവരെ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തു നാമത്തിൽ പ്രിയ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും